വിശുദ്ധ സാക്ഷ്യം. വിശുദ്ധ സാക്ഷ്യം. രാവിലെ തന്നെ മീനൊക്കെ കിട്ടുന്നില്ലേ? ഗുഡ് മോർണിംഗ് ആണ് സാർ. ഗുഡ് മോർണിംഗ്. കൃഷിഭവനില് പുതിയ മുന്തിരിവള്ളി വന്നതെന്ന് അറിഞ്ഞോ? ഇല്ല സാർ, വന്നറിയിക്കാം. ഓക്കേ. ഒന്ന് നിന്നേ. എന്നാ നിങ്ങളുടെ ക്ലബിന്റെ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞു? അപ്പോഴേക്കും മറന്നോ? മറന്നതല്ലടാ, എനിക്കും ഡോക്ടറെ ഒന്ന് കാണണം. വല്ല കൊളസ്ട്രോളോ ഷുഗറോ ഉണ്ടോ എന്ന് നോക്കണം. മനുഷ്യന്മാര് മേലെ പണിയെടുത്താലേ ഒരു ഷുഗറും കൊളസ്ട്രോളും വരില്ല. അതിനെങ്ങനെയാ 24 മണിക്കൂർ ടീകടുമ്പിൽ ഇരിപ്പല്ലേ? ഈശോയെ, നീ ഇപ്പൊ അത് പറഞ്ഞപ്പോഴോ ഓർത്തത്. എനിക്കിപ്പോ ഒരു സീരിയൽ കാണാനുണ്ട്. ശ്രീകേട്ടാ. ജെസ്സി, നീ എന്താ വന്നേ? ഞാൻ ഇന്നലെ. എന്തായി നിന്റെ ജോലി കാര്യം? 1-2 സ്ഥലത്ത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. കിട്ടി. കിട്ടൂടോ. നീ പുണ്യാളോട് പ്രാർത്ഥിക്ക്. നീ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ? അതിലൊന്നും കാര്യമില്ല, ഭാഗ്യം ഞാൻ കിട്ടും. അല്ല, ആൻസിയുടെ കാര്യം എന്തായി? പിന്നെ നീ വലിയ ജോലിക്കാരിയാകുമ്പോ നമ്മളൊന്നും മറക്കരുതിട്ടാ. ഒന്ന് പതുക്കെ തിന്ന് പായ, ഇതണക്കെന്നെ തിന്നാലോ. പത്രത്തില്ലേ? ഇല്ല മോനെ, ഇത്ര വൈകാറില്ല. അല്ല, നാട്ടിലെല്ലാ വിശേഷങ്ങളും അറിഞ്ഞല്ലേ എത്തുള്ളൂ. എല്ലാവരുടെയും സങ്കടവും സന്തോഷം അറിയാം. അവർക്കൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണങ്ങളല്ലേ? പത്രത്തിട്ടാ ഇന്ന് കുറച്ച് വൈകി. ഈ എവിടെയായിരുന്നു? നാട്ടിലുള്ള വിശേഷങ്ങൾ അറിയാണ്ട് ഞങ്ങളാകെ ബേജാറായിരിക്കുക. എന്റെ പതിവ് കൊടുത്തോ? അതിനെന്താ? അല്ല ശ്രീയൊക്കെ പെങ്ങളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്തായി? ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കാഴ്ച മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക.
കണ്ണ് മാറ്റി വെക്കേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞു. അല്ല, അതിനിപ്പോ ഒരുപാട് പണം വേണ്ടിവരില്ലേ മോനെ? ആ, ഇനി പണം ഉണ്ടെങ്കിൽ തന്നെ കണ്ണ് ദാനം ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ഈ ബേജാറാവേണ്ടിക്ക് ഒക്കെ പടച്ചോൻ കാക്കും. ഓളെ കണ്ണിന്റെ സൂക്കടൊക്കെ മാറും. ഈയേ പുണ്യാളിനോട് മുട്ടിപ്പായിട്ടാണ് പ്രാർത്ഥിക്കുക. ഒരു കുറ്റി പുട്ട്. പടച്ച റബ്ബേ, എന്തൊരു തീറ്റയുടെ പായത്. അണക്കാരെങ്കിലും പുട്ടുകുറ്റിയിൽ മാരണം ചെയ്തിക്കണ. ഓ അല്ലോ, ഒന്നുമില്ല ഒടുക്കത്തെ കുടി, അല്ലെങ്കിൽ ഓന്റെ ഒടുക്കത്തെ തീറ്റ. ഔ അല്ലോ. സർക്കാരിന് ചില സഹായങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ ക്ലബ്ബേർ ചില പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നീ വിഷമിക്കാണ്ടിരിക്കുക, ഞങ്ങളൊക്കെ അല്ലടാ. എന്നാ ശരി പ്രശാന്ത് ഏട്ടാ, ഞാൻ പോട്ടെ. ഓ, ഒന്ന് വേഗം കൊടുക്കണ്ടേക്കാ. ഓ പാവം, കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ട ചെക്കൻ. അമ്മച്ചിയുടെയും പെങ്ങളുടെയും കാര്യം നോക്കണം. അതിന്റെ ഇടക്കാണ് ഇപ്പൊ ഈ പെങ്ങക്ക് ഈ ഒരു ദുരന്തം കൂടി. പുണ്യാളം കാക്കട്ടെ. എല്ലാം ശരിയാകാൻ മാതാവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോ മോളെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തായി മേരി, മോളെ ഡോക്ടറെ കാണിച്ചില്ലേ? ഉവ്വച്ചോ. ഒക്കെ ശരിയാവും. കണ്ണുദീനത്തിന്റെ മധ്യസ്ഥനായി പുണ്യാളനല്ലേ നമ്മുടെ ഇടവകയിലിരിക്കുന്നത്. പുണ്യാളം നമ്മളെ കൈവിടില്ല. ആൻസി വിഷമിക്കണ്ട, കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടും. ആ, നിങ്ങളപ്പോ എങ്ങനെയാ വന്നത്? അത് ആ, ഞാൻ നിങ്ങൾക്ക് ഒരു ഓട്ടോ ഏർപ്പാടാക്കി തരാം. വറീതേ, വറീതേ, അച്ഛാ. നീ ഇവർക്കൊരു ഓട്ടോ ഏർപ്പാടാക്കി കൊടുക്ക്. ശരി അച്ഛോ. എന്നാ ചൊല്ലേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. വാ മോളെ, സൂക്ഷിച്ച് പതുക്കെ ഇറങ്ങ്.
ലോണിന്റെ കാര്യം എന്തായി മോനെ? പ്രസിഡന്റോട് സംസാരിക്കാന്ന് പ്രശാന്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ അവളുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുന്ന ഉറപ്പുണ്ടോ? അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഓ, ഈ അമ്മച്ചി തുടങ്ങി. അമ്മച്ചി ഒക്കെ ശരിയാവും, ഞാനല്ലേ പറയണേ. കുറച്ച് ചട്നി ഒഴിച്ചാ. അമ്മച്ചി ഞാൻ ഇറങ്ങാട്ടാ. ചാച്ചാ, എന്താ മോളെ? എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുമോ ചാച്ചാ? നീ പേടിക്കാതിരിക്കേ, ഡോക്ടർ പറഞ്ഞതല്ല എല്ലാം ശരിയാവുന്ന്. പിന്നെന്തിനാ മോള് വിഷമിക്കുന്നത്? ഓരോ ദിവസം ചെല്ലും തോറും കാഴ്ച മങ്ങി മങ്ങി വരിക ചാച്ചാ. മുന്നിലെ പുകപടലങ്ങൾ മാത്രമാവുക. എന്റെ മോള് ചാച്ചന് വിഷമിപ്പിക്കാതെ. പുണ്യാളുണ്ടാവും നമ്മുടെ കൂടെ. മോള് പ്രാർത്ഥിക്ക്. ചാച്ചൻ പോയിട്ട് വരാട്ടാ. ഹലോ, ആ ജോൺസനാ. അടുത്ത ആഴ്ച പണി തീർക്കാന്നേ. പിന്നെ പണിക്കാരെ കിട്ടാനില്ല. മണലും കരിങ്കല്ലൊന്നും നാട്ടിലേക്ക് കിട്ടാനേ ഇല്ല. എന്നാ ശരി, പറഞ്ഞ പോലെ. ജോൺസേട്ടോ, അതെ പണി വേഗം തീർക്കണച്ചാലേ ദുബായിന്ന് കുറച്ച് മണലയച്ചു തരാൻ പറയട്ടാ. അവിടെ മരുഭൂമിയൊക്കെ ഉള്ളല്ലേ. അത് സീനാക്കാതെ പണി വേഗം തീർക്കാൻ നോക്കടാ. അടുത്ത ആഴ്ച കുറ്റിച്ചാർത്തന്റെ വീടത്. തന്നെ. ഹലോ, അതെ CLCയുടെ സെക്രട്ടറിയാണ്. ബ്ലഡാ? ഏത് ഗ്രൂപ്പാ? AB നെഗറ്റീവാ? ആവശ്യം വരുമ്പോൾ നമ്പറിൽ വിളിച്ചാൽ മതി. അല്ല സിറിയൊക്കെ, ഇതിനിടയിൽ നിനക്ക് രക്തക്കച്ചവടം ഉണ്ടാ? എന്റെ ജോൺസേട്ടാ, നിങ്ങൾക്ക് കച്ചവടത്തിന്റെ വിചാരം മാത്രമല്ലോ. ഇതേ ഒരു രോഗിക്ക് ഓപ്പറേഷന് രക്തം കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ. അതിന് ജോൺസേട്ടൻ നമ്മുടെ പണിക്കാരെ ചോര കുടിക്കാനുള്ള ശീലമുള്ളോ? പണിയെടുക്കാൻ നോക്കടാ. ചോര കൊടുക്കുന്നത് നല്ല കാര്യമാണെന്ന് എനിക്കറിയാം. എടാ സിറക്കെ, നീ നല്ല കാര്യം ചെയ്യടാ. നമുക്കൊരു ആപത്ത് വരുമ്പോഴേ ഈ നല്ല കാര്യങ്ങളുടെ പുണ്യപ്രവൃത്തി മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ജോൺസേട്ടാ, കൂലി കുറച്ച് കൂട്ടി തരണോ? സാധനത്തിനൊക്കെ വില കൂടി. ആ നന്മയുടെ പുണ്യം നമുക്ക് വേണ്ട. ഇയാള് വലിയൊരു പുണ്യാളെ. വറീതേ, നീ ഈ ചെടിയിൽ പുകയില വെള്ളം തെളിക്കാൻ പറ്റും, തെളിച്ചില്ലല്ലേ? ഇതിന്റെ ഇലയൊക്കെ ആകെ പുഴുതിട്ട് നോക്കി. അച്ചോ, എന്താ അച്ചോ വരാൻ പറഞ്ഞ്? കഴിഞ്ഞ ദിവസം നമ്മുടെ കുന്നുമേലെ ജോണിയോടെ വന്നിരുന്നു. അവനിപ്പോ ടൗണിലേതോ വലിയൊരു ക്ലബിന്റെ പ്രസിഡന്റ് അത്രേ. ഡാൻസ് ക്ലബ്ബ്. അതന്നെ. അവര് നിർധനരായ രോഗികൾക്ക് എന്തോ ചികിത്സ സഹായം കൊടുക്കരുതത്രേ. ഞാനൊരു എഴുത്തു തരാം, നീ ഒന്ന് അവരെ പോയി കാണ്. ശരി അച്ചോ. നമ്മുടെ പെരുന്നാൾ ഇങ്ങോട്ട് അടുക്കാറായി. ഇവിടെ അല്ലറ ചില്ലറ പണിക്ക് ഒരാളെ വേണം. ഈ കപ്പേരെ കൊണ്ട് ഒന്നിനും കൂട്ടിയേ പറ്റില്ലെന്നേ. വെറും ഉറക്കം തീറ്റി മാത്രം. കർത്താവ് മനുഷ്യനെ ഉറക്കുന്നത് എന്നാത്തിനാ? ഉറങ്ങണല്ലേ? പിന്നെ ഉറക്കം വരുമ്പോ ഉറങ്ങില്ലല്ലേ കർത്താവ് കോപിക്കും. പിന്നെ നിന്റെ ഉറക്കം നോക്കിക്കലല്ലേ കർത്താവിന് പണി. എന്നാ ഞാൻ പോട്ടെ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാര്യത്തിന് പറഞ്ഞ തേങ്ങ അവിടെ ചെയ്തിട്ട് സാധനം കിട്ടുന്നത് അടിക്കണം. സാധനം കിട്ടിയടാ. ഇവിടെ ഭയങ്കര
തിരക്കടാ തിരക്കാണ്. ഇപ്പോഴും ക്യൂല പരിചയക്കാരറിയുന്നുണ്ടല്ലേ അവരെ കയ്യിൽ കൊടുക്കാറില്ലേ? ഇവിടെ തൊണ്ടുണങ്ങിട്ട് വയ്യ. സാധനം കിട്ടണ്ടാ കിട്ടണ്ടേന്ന്. ആ ടച്ചിങ്സ് ഒക്കെ ശരിയാക്കി ആ ഫോൺ വെച്ചേ. എന്നാ ശരി. രമേശ്, നീ ഇവിടെ വന്നിരിക്കുക എന്തായി? ജോൺസനെ വിളിച്ചാ? കൂടിയിട്ടല്ലേ അത്ര. നാളെ പാവർട്ടിയിലെ സൈറ്റിൽ പണി തുടങ്ങാണ്ടേ. നിനക്ക് പിന്നെ ഈ പണിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. പത്രവിതരണോ കുറിപ്പിരിവൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ കിട്ടുന്ന കാശൊക്കെ നീ ഏത് ബാങ്കിലിരുന്നേ? സ്വിസ് ബാങ്കില്. എന്താ നിനക്ക് കുറച്ച് വേണ? അല്ല, നീ എന്താ ഈ കലെങ്കിൽ വന്നിരിക്കുന്നത്? നമ്മുടെ സാല് ബീവറേജിൽ പോയിട്ടുണ്ടേ. ഏതായാലും പണിയില്ലാതിരിക്കുക. അപ്പൊ 2 വീശാന്ന് വിചാരിച്ചിട്ടിരുന്ന. ആ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, മദ്യപാനം അത്ര നല്ല ശീലല്ല. നമ്മൾ മലയാളികള് ഒരു ദിവസം മദ്യത്തിന് വേണ്ടി എത്ര രൂപ ചെലവാക്കണം? അത് പിന്നെ വെറുതെ പണിയൊന്നുമില്ലല്ലോ. അപ്പൊ 2 അടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടേ. കുടിച്ചോ കുടിച്ചോ, അവസാനേ കണ്ണീര് കുടിക്കുമ്പോ അറിയാം. ജസി, നീ എവിടെ പോയതാ? കഫേ പോയതാ, ഒരു മെയിൽ ചെയ്യാണ്ടായിരുന്നു. എന്നാ പോണ്? മിക്കവാറും അടുത്ത ആഴ്ച തന്നെ പോവും. സ്വന്തമായി ഒരു ജോലി കിട്ടുന്നതൊക്കെ വലിയ ഭാഗ്യാടോ. ശ്രീകേട്ടൻ നന്നായി പഠിച്ചിരുന്നല്ലേ? എന്റെ പഠിപ്പൊക്കെ എന്നോ മറന്നു പോയിടോ. അപ്പം മരിച്ച ശേഷം വലിയൊരു ഭാരല്ല എന്റെ ചുമലിൽ വന്ന് വീണത്. ആൻസി? ആ, അവളും പഠിച്ച് വലിയ ജോലിക്കാരിയെ കാണാനായിരുന്നു ആഗ്രഹം. പക്ഷെ എന്താ ചെയ്യാ, വിധി. ശ്രീകേട്ടൻ വിഷമിക്കാതെ, എല്ലാം റെഡിയാവും. ആൻസിയുടെ രോഗമൊക്കെ ഭേദാവും. ആ, ഭേദാവെന്ന് വിശ്വസിക്കാം. ഞാൻ എൻ്റെ സങ്കടമൊക്കെ പുണ്യാളോട് പറഞ്ഞിട്ടുണ്ട്. പുണ്യാളെൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ഞാൻ പോട്ടെ. ഇളയപ്പൻ എപ്പോഴാ വന്ന്? കുറച്ചു നേരമായി മോനെ. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, നിങ്ങളൊക്കെ ഒന്ന് കാണാലെന്ന് വിചാരിച്ചു പോന്നതാ. മോന് പണിയൊക്കെ ഇല്ലേ? ഇവനിപ്പോ ജോൺസന്റെ കൂടെ ടൈല് പണിക്ക് പോവാ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവൻ മാത്രല്ലേ ഉള്ളൂ. ഞാൻ പോണു. എന്നെല്ലാം പറഞ്ഞ പോലെ കേട്ടോ. ശരി. എന്തിനാ അമ്മച്ചി ഇളയപ്പൻ വന്ന്? ഈ സ്ഥലത്തിന്റെ കാര്യത്തിൽ അലോഷി വീണ്ടും ബഹളം ഉണ്ടാക്കി. 10 സെന്റ് ഭൂമിയിൽ അവന്റെ അമ്മയ്ക്ക് അവകാശമുള്ളതല്ലേ? അതിന് നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അത് അവന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? 24 മണിക്കൂറും വെളിവില്ലാണ്ട് നടക്കുന്ന അവന് എന്ത് സ്വന്തം ബന്ധം? പറമ്പിന്റെ ആധാരം കയ്യിലുള്ളോണ്ടാ ലോണിന്റെ കാര്യങ്ങൾ ഒരുവിധം നടക്കണ്. ആ, നമുക്കെന്തേലും വഴിയുണ്ടാക്കാം. ഞാൻ അവന്റെ അമ്മയൊന്ന് കാണട്ടെ. ശരി, അമ്മ ചായ എടുക്ക്. വാ മോളെ. ഗുഡ് മോർണിംഗ് കേണൽ സാറേ. മോർണിംഗ് മോർണിംഗ്. അല്ലടോ, നീ ആ മാത്തച്ഛനും കണ്ട? മാത്തച്ഛനാ? വല്ല പള്ളിയിലും ധ്യാനം കൂടെ പോയി കാണും. ഓ, അവൻ എന്നാ പണിയെ കാണിച്ച്? നാളെ കൃഷിയിടത്തിൽ പോണെന്ന് പറഞ്ഞതാ. നേരാവണ്ണം നോക്കിയില്ലെങ്കിലേ കൃഷി ആകെ നാശായി പോകും. നല്ല ആളെയാ കൃഷി ഏൽപ്പിച്ചിരിക്കുന്നത്. അവന്റെ ഒട്ടുക്കത്തൊരു ധ്യാനം കൂടില്ലേ. ആ ചിന്നമ്മേനും മക്കളി നേരാവണ്ണം നോക്കാണ്ടിരിക്കാൻ വേണ്ടി മടി പിടിച്ച് നടക്കാവൻ. മേലനങ്ങാണ്ട് തിന്നാനുള്ള അവന്റെ ഒരു സൂത്രായി ധ്യാനം കൂടെ. ഈ പ്രായമായ കാലത്ത് ഈ കൃഷി നോക്കി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ കേണൽ സാറിന്? എടാ, ഈ ഡേവിഡ് മാത്യുവിന് ആകെയുള്ള ഒരു ആശ്വാസമായി ഈ കൃഷിപ്പണി. ഒരു ചെടി നട്ടു നനയ്ക്കുമ്പോൾ അതിലൊരു പൂ വിരിയുമ്പോഴും കായുണ്ടാകുമ്പോഴും ഒക്കെ മനസ്സിനൊരു കുളിർമയാണ്. മാത്രമല്ല, ഈ വലിയ വീട്ടില് ഒറ്റയ്ക്ക് കഴിയണ ഈ വൃദ്ധന് ഇപ്പോ കൂട്ടായിട്ട് ഈ വാഴയും വെള്ളച്ചും. സാറിന്റെ മക്കളൊന്നും വരാറില്ലേ? ആ, അവരൊക്കെ ഇപ്പൊ വലിയ ഡോക്ടർമാരും ഓഫീസർമാരൊക്കെ അല്ലേ. എന്നാലും ആഴ്ചയിലൊരിക്കൽ വരും. അല്ല, അവർക്കും അവരുടേതായ തിരക്കുണ്ടാവില്ലേ. ആ, അതൊക്കെ പോട്ടെ. നീ ആ മാത്തച്ഛനെ എവിടെയെങ്കിലും വെച്ച് കണ്ട കൂട്ടനടി ഇവിടെ ഒന്ന് വരാൻ പറ. ശരി സാറേ. അവന്റെ മടി ഞാൻ മാറ്റി. എന്നാ ഞാൻ പോട്ടെ. ശരി. അല്ലടോ, ഈ വർഷത്തെ ടൂർ എവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? മൂന്നാറിലേക്കാ. ഇത് വേണ്ടതാ. അവിടെ മുടിഞ്ഞ തണുപ്പാ. ടൂറൊക്കെ പോകുന്ന കൊള്ളാം.
പക്ഷെ കുറച്ച് പൈസ വാർഷിക ഫണ്ടിന്ന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. ആ ഇത് വേണ്ടതാ. അതെ, അത് കഴിഞ്ഞിട്ട് മതി ടൂർ പോക്കൊക്കെ. സിറിയക്കിന്റെ പെങ്ങടെ ചികിത്സക്കുള്ള തുക മാറ്റിക്കണം. അതെ, സിറിയക്കിന്റെ കാര്യം നമ്മുടെ കാര്യം പോലെ തന്നെ. ആൻസി നമ്മളെ കൂടി പെങ്ങളല്ലേ? അലോഷല്ലേ പറഞ്ഞത്? സിറിയക്ക കേറ്. എന്താ ചേട്ടാ? നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. കേറാ. ഈ അലോഷി ഒരു കാട്ടുവാക്കാനാണല്ലേ? ടൗണിലെ മെയിൻ കൊട്ടേഷൻ ടീമാ. തല്ല് മാത്രമല്ല, അത്യാവശ്യം കളവുണ്ടെന്നാ കേൾക്കണത്. ഈ അലോഷി സിറക്കിന്റെ ആരാ? സിറിയക്കിന്റെ അപ്പന്റെ പെങ്ങടെ മോനാ. ഏട്ടെന്നൊക്കെ പറയണേ. എന്നാല് ഈ ചെറുത്താൻ ഇങ്ങനെയാ. അപ്പോ വിവരങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. എനിക്കിപ്പോ കാശിന്റെ കുറച്ച് ആവശ്യമുണ്ട്. ഒരു ജാമ്യത്തിന്റെ ആവശ്യത്തിനാ. അതുകൊണ്ട് അമ്മച്ചിയുടെ ഷെയർ എനിക്ക് എത്രയും വേഗം തരണം. അത് ചേട്ടാ, ഞാൻ ആധാരം വെച്ച് കുറച്ച് ലോൺ എടുക്കാനുള്ള തയ്യാറെടുപ്പില്ല. ആൻസിക്ക് ഈ കണ്ണോപ്പറേഷന് കുറച്ച് പൈസ വേണം. അത് ശരി, എന്റെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ട സ്വത്ത് നീ പണയം വെക്ക്. അത് നടക്കില്ല ചേട്ടാ, അങ്ങനെ പറയരുത്. ആൻസിക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് എന്റെ ഷെയർ കിട്ടണം. നിന്റെ പെങ്ങൾക്ക് കണ്ണോപ്പറേഷൻ നടത്താൻ കാശില്ലെങ്കിൽ നീ പോയി കക്കാൻ പോടാ. അല്ലെങ്കിൽ എന്റെ കൂടെ വാ. കൊട്ടേഷനിലെ സംഖ്യ വാങ്ങി തരടാ ഞാൻ. ചേട്ടാ, വീട്ടിലെ അവസ്ഥ വളരെ മോശാ. അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞൂടെ? അപ്പം വരുത്തി വെച്ച കടം വേറെ. ആകെ ബുദ്ധിമുട്ടില്ല. എടാ മണ്ട, കാശില്ലാതെ കരഞ്ഞു കാണിച്ചിരുന്ന ഒരു കാര്യമില്ല. കാശില്ലെങ്കിൽ കക്കാൻ പോകാൻ നല്ലത്. എടാ പള്ളിമടലിൽ പൊന്നു കുറിച്ചിരിപ്പുണ്ടല്ലോ, അതടിച്ചിട്ട് താടാ, ഞാൻ വിറ്റ് കാശാക്കിയാ. അതെ, എത്രയും പെട്ടെന്ന് ഷെയർ വാങ്ങി ശരിയാക്കി തരണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയാലോ. അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഈ പറമ്പിന്റെ കാര്യത്തിലോ തീരുമാനം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നതാ. ചേട്ടൻ വളരെ ഭീഷണിപ്പെടുത്തിയാ സംസാരിച്ച്. നിന്റെ അപ്പനാൽ കഴിയുന്ന തുക സ്ത്രീധനമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. പള്ളിയിൽ ചെന്നപ്പോ അച്ഛൻ ചേട്ടനുമായി സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉവ്, അച്ഛൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ല. അത്രയ്ക്ക് മുടിഞ്ഞ വിത്ത. ആ, ആൻസിയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഒന്നും പറ്റിയില്ലേ? ചാച്ചാ, എൻ്റെ പേര് പറഞ്ഞ പ്രശ്നമൊന്നും വേണ്ട. ഇതെന്റെ വിധിയെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. നീ അത് തോർത്ത് വിഷമിക്കേണ്ട. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പ്രാർത്ഥന എത്തിക്കാൻ സമയമായി. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കാൻ തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഓട്ടമാതിരി വരണ്ടാ, നോക്കടാ. വിളിക്കേ ധ്യാനം കഴിഞ്ഞ് വരുന്ന വഴിയാണല്ലേ? ആ കേരളം അന്വേഷിച്ചോട്ടാ. അതെ, 2 ദിവസം പോയിട്ട് നിനക്ക് പിന്നെ ധ്യാനത്തിന് പോണ പരിപാടിയൊന്നുമില്ലല്ലോ. ധ്യാനത്തിന് പോവുകയാണെങ്കിൽ ചെറിയൊക്കെ പോട്ടലിനെ പോണട്ടാ. എന്താണ് അവിടുത്തെ ഒരു പ്രപഞ്ചം എന്റെ സിറിയൊക്കെ. പിന്നെ അവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യം പറയണ്ട. എന്താ ഭക്ഷണം ഇല്ലേ? ഇല്ലേന്നാ.
ഹോട്ടലത്തെ ഭക്ഷണമുള്ള ഭക്ഷണം. ഒരു ദിവസം കോഴിയും കുമ്പളങ്ങിയാണെങ്കിൽ പിറ്റേ ദിവസം കുമ്പളങ്ങിയും കോഴി. വെറുതെ അല്ല മാത്തച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ധ്യാനം എന്ന് പറഞ്ഞ് മുങ്ങണ്. അതെ, എനിക്ക് ഈ വഴിയാ പോണ്ടത്. പിന്നെ കേണൽ സാറിന്റെ കാര്യം മറക്കണ്ടാട്ടാ. പോട്ടമാസി നിന്റെ പുണ്യാളാ. ധ്യാനത്തിന് നിന്നെ വിളിച്ചതാവോണ്ട് ഇവന്മാരെ ഞാൻ തെറി വിളിക്കൂട്ടാ. നീ എന്നെ കാത്തോ. മദ്യം നിർത്തലാക്കി പറഞ്ഞിട്ട് ഇവന്മാര് പിടി തെങ്ങിന്റെ ചോട്ടിൽ തന്നെയാണല്ലോ. ഒന്നും ഉപദേശിച്ചാലോ? എന്നാണപ്പാ പോട്ടെ പോട്ട നിന്റെ നാണപ്പ ഇങ്ങനെ എങ്ങനെ എന്തേന്നാ നീ 4 സെന്റ് കൂടെ ധ്യാനത്തിന് പാട്ടാ. എന്തിനാ ധ്യാനം കൂടി നിനക്ക് എന്നെ പോലെ നടക്കാലോ. അതെന്തിനാണ് പോട്ടെ. മോൻ ഞാൻ തെങ്ങ് കെട്ടാൻ വലിയ മോൻ ധ്യാനം കൂടിയോ മാറൂടോ പോട്ടെ. നിനക്ക് നല്ലതേ ഈ തെങ്ങിന്റെ ചോടന്നെയാ. ഞാൻ നിന്നെ കണ്ടിട്ടില്ല, ഉപദേശിച്ചിട്ടില്ല. മോൻ നടന്നേ. ഇവന്മാരെ ഉപദേശിക്കണം നമ്മളാണെന്നല്ല. നീ നടന്നേ. ചിലവർക്ക് തെങ്ങിന്റെ ചുട്ടിൽ കിടന്ന സാമാനം ഉണ്ടാവില്ലടാ. ഉപദേശിക്കാൻ പോവോ? ഉപദേശിക്കാൻ നമുക്ക് കാശിലവില്ലോടാ. പിന്നെന്തുട്ടാ താൻ മുങ്ങി നടക്കണേ? താനിങ്ങനെ ദിവസേന പോട്ടേനും ധ്യാനം എന്ന് പറയും വീട്ടിൽ നിന്ന് മുങ്ങി നടന്ന കാര്യങ്ങൾ നടക്കുവോ? ഹോട്ടലിക്കാ ഞാനാ കോതമംഗലത്തിന് പോയതാ പീതാംബര. ചാച്ചന്റെ വീട്ടിലേക്ക് മോനോട് ചോദിച്ചോക്കിയേ. അല്ലടാ താനേത് കോത്താലത്തേക്ക് നോക്കോ? എനിക്കത് പൈസ കിട്ടണം. പൈസ ഞാൻ വീട്ടിൽ കൊടുത്ത് ഏൽപ്പിച്ചാണല്ലോ പോയത്. അവള് തന്നുവേ. അമ്മോടൊരു കാര്യം പറഞ്ഞാലേ അവള് ഇതാ അമ്മേനെ നിന്ന് ആലു ഉപദേശിച്ചിട്ട് നീ ഇങ്ങോട്ട് നടന്നേ. ഞാനവിടെ കാശ് കൊടുക്കണം. എന്റെ കാശുണ്ടാ? ചേടത്തിയേ എവിടെന്നാ മാത്തച്ചാ? ഞാൻ പോട്ടൊരു ധ്യാനം കൂടി വരുന്ന വഴിയാ. അതെ, എന്താ അവിടെ ഒരു തിരക്ക്. ചിന്നമ്മ മക്കളൊന്നില്ലേ? അതെ, അവറ്റകളൊക്കെ കൂടെ കൊണ്ടുപോയി മനസമാധാനമായിട്ട് ധ്യാനിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടാ. ചെക്കനുണ്ടായിരുന്നു ഇതേ വീട്ടിലോട്ട് നടന്നുണ്ട്. അല്ല ആൻസിമോളുടെ കണ്ണിന്റെ കാര്യം എന്തായി? ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ആൻസിമോളെ കൊണ്ട് പോട്ടയിൽ പോയി മുട്ടിപ്പായെന്ന് പ്രാർത്ഥിച്ചാലേ ഏത് സുഖേടും മാറും. നമ്മുടെ പുണ്യാളന്റെ അടുത്ത് 3 നേരം മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. മോള് പേടിക്കണം കേട്ടോ. സൂക്കേടൊക്കെ മാറി നല്ല മിടുക്കി കുട്ടിയായിട്ട് പരീക്ഷയൊക്കെ എഴുതാൻ പറ്റും. നമ്മുടെ പുണ്യാളുടെ സഹായം ഉണ്ടാവും. മാത്രമേ സന്തോഷായി. എന്നാ ഞാൻ പോട്ടെ. വീട്ടിൽ ചെന്നാ ഇനി ആ ചിഹ്നം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കണാവോ. എന്നാ ശരി. ഇവോടൊന്ന് കളി തുടങ്ങിയ ചിന്നമ്മോ. എന്തിനാണ്ട് പോന്നെ? ആ ധ്യാനകേന്ദ്രത്തിൽ തന്നെ കൂടായിരുന്നില്ലേ? നീ ബാഗാത്തോണ്ടേ നിന്റെ വർത്താനം കേട്ടാതൊന്നും ഞാനൊരു 2ാം കെട്ടുള്ള ഭാര്യനും പിള്ളേരും കാണാൻ പോയതാണ്. ആർക്കറിയാം. ചിന്നമ്മേ, നീ ഇങ്ങനെ ചങ്കി കുത്തുന്ന വർത്താനം പറയല്ലേട്ടാ. നീ ഒരുത്തിരി കൂടെ തന്നെ ജീവിക്കണത് എങ്ങനെന്ന് എനിക്കും കർത്താനും മാത്രം അറിയാം. എന്തോന്ന്? ഒന്നുമില്ലേ? നിങ്ങക്ക് വരുമ്പോ സിറിയക്കിന്റെ വീട്ടിലൊന്നും കയറാറുന്നില്ലേ? കേറിണ്ടായിരുന്നല്ലോ. ഞാൻ അവിടെ കയറി വിശേഷം ചോദിച്ചു. ലോഷി അവന് ഭാഗം കിട്ടണമെന്ന് പറഞ്ഞ് നടക്കത്രേ. അറിഞ്ഞു. അവനൊക്കെ ആ സിറിയക്കിന് വരെ ഞാനാവണ്ടായിരുന്നു കാണിച്ചു കൊടുത്തന്നെ. പിന്നെ നിങ്ങളാണെങ്കി മൂക്കി വലിച്ചു കയറ്റും. ഞാനിപ്പൊന്നും പറയണില്ല. മനുഷ്യ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. നീ എന്തുട്ടെ തിന്നുണ്ടാക്കിയിരുന്ന? നിങ്ങൾ ധ്യാനത്തിന് പോയിട്ട് പുണ്യ തിന്നോ?
ഈശോമിശിയേക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുര്യാക്കോസ് പുണ്യാളന്റെ നാമധേയത്തിലുള്ള ഏക ദേവാലയമാണിത്. കണ്ണുതീരം ബാധിച്ചവർക്കും പിശാചുബാധ ഏറ്റവർക്കും മധ്യസ്ഥനാണ് ഇവിടത്തെ പുണ്യാള്. അറിയാമച്ചോ, അതുകൊണ്ടല്ലേ വളരെ ദൂരത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ആ പുണ്യാളിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങളുടെ മകളിൽ കാണുന്ന ഈ മാറ്റം. അതെ അച്ചോ, ഞങ്ങളുടെ മകൾക്ക് ഇപ്പോ നല്ല വേദമുണ്ട്. ഇപ്പോൾ അവളെ അലട്ടിയിരുന്ന എല്ലാ ബാധയ്ക്കും ശമനായില്ലേ? എല്ലാം പുണ്യാളുടെ അനുഗ്രഹം. അച്ചോ, ആ ഓഫീസിലേക്ക് ഇരിക്കേ, ഞാനിതാ വരുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക് യു ഫാദർ. ആലോഷോട് ഒന്ന് സംസാരിക്കണമെന്ന് വെച്ചാ അവരെ നേരിച്ചു പോകുന്ന കയ്യിൽ കിട്ടണ്ടേ? എത്രയും പെട്ടെന്ന് ഷെയർ കൊടുത്തില്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുക അച്ചു. അതല്ല അച്ചു, ക്യാൻസറുടെ കാര്യം ഓർക്കുമ്പോഴാ. ഓ നീ എന്ത് പാവട. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ആൻസിയുടെ അസുഖ ഭേദാവുന്നു. അവൾക്ക് കണ്ണുദാനം ചെയ്യാൻ ആരെങ്കിലും വരുമോ അച്ചു? ആ വരും, നീ വിഷമിക്കാതിരിക്കേ. നമ്മുടെ പുണ്യാളിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും. ഈ ജോൺസൺ കഴിക്കാനായിരുന്ന ഇക്കൊല്ലത്തെ പള്ളി പെരുന്നാള് അതൊരു സംഭവമാക്കണം. അതന്നെ. ഓ ജോൺസാ, പെരുന്നാള് നന്നാവണെങ്കിൽ നീ ആദ്യം യുവന്മാരെ പോട്ടെ കൊണ്ട് ധ്യാനം കുടിച്ചോ. അല്ലോ, ഈ മാത്തത്തിന് ധ്യാനം ഒരൊറ്റ വിചാരമുള്ളൂ. അല്ല മാത്തച്ഛ, നിങ്ങൾക്ക് ധ്യാനത്തിൽ ആരെങ്കിലും മാറണം ചെയ്തു? ഈ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ജാതി മതമൊന്നുമില്ലടോ. ഇതൊക്കെ നമ്മള് മനുഷ്യന്മാരായി വരുത്തിച്ച ഒരു ശീലങ്ങളല്ലേ? ആ ദാലിക്ക പറഞ്ഞ വളരെ ശരിയാ. ആത്യന്തികമായി എല്ലാ മതങ്ങളും പറയുന്നത് ഒന്ന് തന്നെയാ: സ്നേഹം, ക്ഷമ, ദയ. ഇതൊക്കെയല്ലേ ഏതൊരു മതങ്ങളുടെയും അടിസ്ഥാനം. ഇക്കുറി എല്ലാ വാർഡിൽ നിന്നും തേരുണ്ടാവും. വെടിക്കെട്ട് ഗംഭീരാക്കണം. ഇവിടെ പുണ്യാളുടെ പെരുന്നാളേ കേമാക്കണം. ആ അതെ, ഇത് നാടിന്റെ പെരുന്നാളാണ്, നമ്മുടെ പുണ്യാളിന്റെ പെരുന്നാള്. അല്ല, സിറിയാക്കിനെ കണ്ടില്ലല്ലോ. ഇടവദിനത്തിൽ അവതരിപ്പിക്കേണ്ട നാടകത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അവൻ അതിനൊന്നും പറ്റിയ മാനസികാവസ്ഥയിലല്ല ജോൺസാ. അവൻ ആ പെങ്കുച്ചിന്റെ കാര്യാലോചിച്ചിട്ട് വളരെ വിഷമിച്ച് നടക്കുക. കാശ് എമ്പാടും വേണമെന്നാ കേട്ടത്. അല്ല, നിങ്ങളുടെ ഇടവക്കാർക്ക് അവനൊന്ന് സഹായിച്ചോളൂ ജോൺസാ. ഓപ്പറേഷന്റെ ആവശ്യമൊന്നും വരില്ലെന്നേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആശുപത്രിക്കാരുമായിട്ട് നമ്മുടെ പള്ളിയിലെ അച്ഛന് നല്ല പിടിപാടാ. പക്ഷേ അതൊന്നല്ല പ്രശ്നം. പിന്നെന്താ? ഇനി അഥവാ കണ്ണു മാറ്റി വെക്കണമെങ്കിൽ കണ്ണ് ദാനം ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവണ്ടേ? എന്റെ പരിചയത്തിലുള്ള ഡോക്ടറേറ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മരണശേഷം അവയവം ദാനം ചെയ്യാൻ ആരെങ്കിലും തയ്യാറായി വരികയാണെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പടച്ചോൻ കാക്കട്ടെ. അപ്പച്ചനൊന്ന് മനസ്സിലാക്കണം. അമ്മച്ചി മരിച്ച് ഇത്രയും കാലമായി, എന്നിട്ടും പാർട്ടീഷനെ കുറിച്ച് ഒന്നും പറയില്ലെന്ന് വെച്ചാൽ? മക്കളെ, അപ്പനെ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാ, അല്ലാതെ ഇതല്ല എനിക്കെന്തിനാ എന്ന് പറഞ്ഞിട്ട് എന്താ? പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങൾക്ക് ഇനി അപ്പനെ നോക്കാൻ പറ്റില്ല. അല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലല്ലേ അപ്പനെ നോക്കാനും കാണാനും വരുന്നുള്ളൂ. അതൊന്നും ഇനി പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾ നോക്കണം. അമേരിക്കയിൽ നിന്നും ചാർലി ചായം വിളിച്ചിരുന്നു. പാർട്ടീഷൻ നടത്തി ഈ വീടും പറമ്പും എത്രയും പെട്ടെന്ന് വെക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിൽക്കാലോ? അതിനെന്തിനാ മക്കൾ എത്രയും പെട്ടെന്ന് വെക്കുന്നത്? ആ എന്നിട്ട് വിറ്റിട്ട് ടൗണിൽ ഞങ്ങൾ ഒരു പ്രൊജക്ട് ആലോചിക്കുന്നുണ്ട്. അത് നടക്കണമെങ്കിൽ ഈ സ്ഥലം കൂടെ വിൽക്കണം. വിൽക്കാം, അതിനെന്താ? ഇതൊക്കെ നിങ്ങളുടെയും മുതലല്ലേ, വിൽക്കാം. പക്ഷേ എല്ലാം ഇട്ട് വിറ്റാ പിന്നെ അപ്പനെവിടെ പോകണ മക്കളെ? അപ്പനൊരു കുറവില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടാക്കിയ പോരെ? ഓഹോ, എന്ന് വെച്ചാ? അല്ല, അവള് ഉദ്ദേശിച്ചത് മക്കളെ, അപ്പനെ കാണുന്ന സ്വത്ത് മുഴുവൻ വിയർത്ത് അധ്വാനിച്ചുണ്ടാക്കിയതാ. അതൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടിയാ. സ്വത്ത് നിങ്ങൾക്ക് കിട്ടിയപ്പോ അപ്പനെ നിങ്ങൾക്ക് വേണ്ട. വേണ്ട വേണ്ട, നിങ്ങൾക്കൊക്കെ അപ്പനിപ്പം മടുത്ത് കാണും. ആഴ്ചയിലൊരിക്കൽ വന്ന് അപ്പന്റെ മലവും മൂത്രമൊക്കെ കഴുകി കളയാൻ
നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കൊക്കെ അറപ്പ് കാണും. നിങ്ങളൊക്കെ വലിയ പരിഷ്കാരികളല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കേണൽ സാർ ഈ കാര്യം പോസിറ്റീവായിട്ട് കാണണം. മക്കളൊരു പ്രാക്ടിക്കൽ സൈഡ് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. പ്രാക്ടിക്കൽ സൈഡ് ആലോചിക്കാം ആലോചിക്കാം. മക്കളൊക്കെ വളർന്നു പോയില്ലേ? ആലോചിക്കാം. ഞങ്ങൾ ഇറങ്ങുന്നു. എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങൾ പിന്നെ വരാം. വാടാ, നമുക്ക് പോകാം. എന്നാ ഞാൻ എവിടെ സിറിയൊക്കെ? ഞാനേ ടൗണിൽ പോയതാ. ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നു. ആ പെണ്ണിന് തീരെ കാഴ്ചയില്ലോടാ. ഞാനവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ വിറ്റുകളുടെ കരച്ചില് എനിക്കാണെങ്കിൽ പെണ്ണുങ്ങളുടെ കരച്ചില് കാണുന്നത് ദേഷ്യ ചേട്ടാ. ഏയ്, ഞാൻ അവറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ സ്വഭാവം എനിക്കടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കെന്തെങ്കിലും ചെയ്യാൻ ചേട്ടാ. ചെയ്താ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഈ അലോഷ്യസ് വന്നാണ് ചെയ്യും. തള്ളയും പിള്ളയും കൂടും കൊടുക്കരുത് വലിച്ചെറിയും ഞാൻ. മനസ്സിലാണ് നിനക്ക്? എന്താ കാശ നോടാ. ഇത് കുറിപ്പിരിച്ച കാശാ. വിട് ചേട്ടാ, വിട് വിട്. ഇത് ഞാൻ തരില്ല. വിട് ചേട്ടാ, വിട്. അമ്മ ചേട്ടാ, ബാഗ് ചേട്ടാ, ബാഗ് കുറിപ്പിരിച്ച കാശ ചേട്ടാ. കൊണ്ടുപോലെ കൊണ്ടുപോലെ ചേട്ടാ. അത് കുറിപ്പിരിച്ച കാശ. നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇവിടെ ആരുമില്ലേ? കേണൽ സാറേ, കേണൽ സാറേ, കേണൽ സാറേ. ഇവിടെ ആരും കാണാനില്ലല്ലോ. കേണൽ സാറേ.
കേണൽ സാറേ, ആ സിറിയക്കോ? സാറേ എന്തു പറ്റി സാറേ? നല്ല ചൂടുണ്ടല്ലോ. ഇവിടെ വേറെ ആരുമില്ലേ? സഹായത്തിന് ഒരാളുണ്ടായിരുന്നു, ഈനാശ്. അവന് അവര് പറഞ്ഞയച്ചു. ആര്? എൻ്റെ മക്കളെന്നെ എന്നെ പാഠം പഠിപ്പിക്കാൻ. എന്തുണ്ടായത് സാറേ? എന്തുണ്ടായി? കുടിക്കാൻ ഇത്തിരി ചൂടുള്ള വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. അടുക്കള 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 എവിടെ സാറേ? ഈ കിളവൻ കേണലായിരുന്ന കാലത്ത് സമ്പാദിച്ചു കൂട്ടിയതാ ഈ കാണുന്നത് മുഴുവൻ. മക്കളെയൊക്കെ നന്നായി പഠിപ്പിച്ചു, വലിയ നിലയിലെത്തിച്ചു. അവരൊക്കെ പല വഴിക്കും പോയി. ഇപ്പോ ഈ കിളവനെ നോക്കാൻ ആരുമില്ലാണ്ടായി. മക്കളൊക്കെ ആഴ്ചയിൽ വരുന്നില്ലേ? അതിനൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയും വന്നിരുന്നു. പക്ഷേ എന്നെ പരിചരിക്കാനല്ല, വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കാൻ. പ്രായമായ അപ്പനമ്മയെയും വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. പക്ഷേ അവര് വിചാരിക്കുന്ന പോലെ ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തിട്ട് വേണ്ടേ? എന്റെ ചോരയും നീരും ഒക്കെ ഊറ്റി കുടിച്ചിട്ട് അവസാനം എന്നെ കൊണ്ടുപോയി വൃദ്ധസ്ഥാനത്തിലല്ലേ? അതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. മക്കള് അതിന് തന്ന ശിക്ഷയാ ഈ കാരാഗ്രഹം. ആ മാത്തച്ഛൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ അവനും പോയി തടഞ്ഞാവോ? മോനെ, മോൻ ഈ കിളവിനൊരു ഉപകാരം ചെയ്യൂ. എന്താ സാറേ? എന്റെ കൃഷിയിടത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവോ? ഞാന് എന്റെ മക്കളെക്കാളേറെ സ്നേഹിക്കുന്നത് എന്റെ കൃഷിയെ. ആര് ചതിച്ചാലും എന്റെ കൃഷി എന്നെ ചതിക്കില്ല. ഇപ്പോ 2-3 ദിവസമായിട്ട് ഒന്ന് കൊണ്ടുപോവോ? എനിക്ക് വയ്യാണ്ടായതോടുകൂടി എന്റെ ചെടികൾക്കും വയ്യാണ്ടായി. കണ്ടില്ലേ, ആകെ ഒരു വാട്ടം. എന്റെ അപ്പനും പണ്ട് കൃഷിപ്പണിയായിരുന്നു. കൃഷി നടത്താൻ വേണ്ടി ലോൺ എടുത്തു. അവസാനം നഷ്ടമായപ്പോ അപ്പ ആത്മഹത്യ ചെയ്യണ്ടായത്. കൂട്ടുകച്ചവടക്കാരപ്പനെ ചതിച്ചു എന്നാ പറയണേ. മാസങ്ങൾക്ക് മുമ്പ് നട്ട മുന്തിരിച്ചെടിയാ, കുഴപ്പമില്ലാണ്ട് വളരുണ്ട് അല്ലേ? നല്ല പോലെ നോക്കിണ്ടേ. നിനക്കറിയോ, മുന്തിരി കർഷകരുടെ ഇടനിലക്കാരനായിരുന്നു നമ്മുടെ പുണ്യാളൻ. അവരുടെ സങ്കടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടിരുന്നത് നമ്മുടെ പുണ്യാളനാ. കർഷകരുടെ ദുരിതങ്ങളൊക്കെ തീർക്കുന്ന പുണ്യാളൻ എന്റെ ദുരിതവും തീർക്കുന്നു വിശ്വസിക്കാം. അതെ.
വറീദേ, വറീദേ, ഇവനോടൊരു കാര്യം പറഞ്ഞാൽ നേരെ ചുവ ചെയ്യില്ല. അച്ചോ, ആ നിന്നോടൊരു തുണിയെടുത്ത് ഒന്ന് വൃത്തിയാക്കാൻ പറഞ്ഞല്ലേ. അച്ഛനകത്ത് വെളിയിൽ ഒരാൾ വന്ന് നിൽപ്പുണ്ട്. ആ അവരോട് ഇരിക്കാൻ പറയും. ശരി അച്ചോ. വറീദേ, അച്ഛോ. ആ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. ശരി അച്ചോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങള് കുറച്ച് വടക്കുന്നാ വരണേ. മോൾക്ക് ഭയങ്കര ഒരു പേടി, ഒരു ഉറക്കല്ലായ്മയും എല്ലാതും ഉണ്ട്. പ്രാർത്ഥനയും ചികിത്സയും വഴിപാടൊക്കെ ആയിട്ട് കുറേ നടന്നു. ഒന്നും ശരിയായില്ല അച്ചു. അപ്പോഴാ ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞത് ഇവിടുത്തെ പുണ്യാളിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച എല്ലാം ശരിയാവുന്നു. അങ്ങനെ വന്നാണ് അച്ചു. മോളിങ് വാ. എന്താ മോളുടെ പേര്? ആ നല്ല പേര്. മോള് പുണ്യാളോട് പ്രാർത്ഥിച്ചോ? നിങ്ങളുടെ വിഷമവും സങ്കടവും രോഗഭീതിയുമെല്ലാം പുണ്യാളോട് ഉള്ളു തുറന്ന് പറയാ. വിശുദ്ധൻ നിന്നെയും നിന്റെ കുടുംബത്തെയും ഒരിക്കലും കൈവിടില്ല. കേണൽ സാറിന് എന്നെപ്പോ വലിയ കാര്യ. അമ്മച്ചിക്ക് അറിയോ, മക്കളൊക്കെ സാറിന് ഉപേക്ഷിച്ചത്രേ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ. പാവം വയസ്സായപ്പോ നോക്കാൻ ആരുമില്ലാതെ തനിച്ചായി. പക്ഷെ സാറ് തോൽക്കാൻ തയ്യാറില്ലാട്ടോ. അതെന്താ? സാറിപ്പോ സദാസമയം കൃഷിയിടത്തിലാ. ഒഴിവ് കിട്ടുമ്പോ എന്നോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷിക്കാരെ പുണ്യാളം കൈവിടില്ലെന്നാ സാറ് പറയണത്. സാറിനോട് നിനക്ക് ആൻസിയുടെ കാര്യം പറയായിരുന്നില്ലേ? സാർ എന്തെങ്കിലും സഹായിച്ചെങ്കിലോ? അതിപ്പോ ഞാൻ എങ്ങനെ ചോദിക്കുക? നമ്മുടെ അവസ്ഥ അറിയാലോ. മോളാണെങ്കി ഇനി കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ച് സദാസമയം കരച്ചില്ല. എന്റെ പുണ്യാള, എന്റെ മോളെ കാത്തോളണേ. എന്താ അമ്മച്ചി ഇത്? എന്താ അമ്മച്ചി? ഒന്നുമില്ല മോളെ. എന്താടാ നിങ്ങൾ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് പരമാവധി റേറ്റ് കുറച്ചാൽ ഞാൻ ഈ വർക്ക് എടുത്തിരിക്കണം. നിങ്ങൾ തോന്നുമ്പോൾ ഒക്കെ പ്ലാനിൽ മാറ്റം വരുത്തിയാ പിന്നെ ഞാൻ എന്താ ചെയ്യണേ? ജോൺ സാർ, പ്ലാനിൽ മാറ്റം വരുത്തിയത് എൻ്റെ ഇഷ്ടത്തിനല്ലല്ലോ. അത് പിന്നെ ഉടമസ്ഥർ ആവശ്യപ്പെട്ടാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഉടമസ്ഥൻ ആവശ്യപ്പെട്ടിട്ടാണ് മാറ്റം വരുത്തിയെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കൂട്ടി തരാൻ പറയണം. അല്ലാതെ എനിക്ക് മുതലാവില്ല. അടുത്ത ആഴ്ച 500 സൈറ്റിൽ പണി തുടങ്ങണ്ടതാ. നേരെ വണ്ണം പണിക്കാരെ കിട്ടാതെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. ഒക്കെ ശരിയാവുന്നേ, നീ ഇത് പിടിക്ക്, ഞാൻ പോയിട്ട് വരട്ടെ. ഇന്ന് ഞാൻ പാട്ടുപാടി തകർക്കകത്തിന്ന് തിന്നിട്ട് തണുപ്പുള്ള രാത്രിയിൽ എഞ്ചിനീയറുടെ പ്ലാനൊക്കെ ഇപ്പൊ എന്താക്കാണോ? ജോൺ ചേട്ടാ, ഞാൻ ഉച്ചയ്ക്ക് പോട്ടാ. എന്താടാ? കാൺസിമോളുമായി ഡോക്ടറെ അടുത്ത് പോണേ. ഇന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഓപ്പറേഷന്റെ കാര്യം വല്ലതും ഒന്നും പറഞ്ഞില്ല. ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറയാന്നാ പറഞ്ഞു. നിനക്ക് പൈസ വല്ല ആവശ്യമുണ്ടോ? പറയാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. പോട്ടെ. അവിടെ എന്താ ചെയ്യണേ? ഇന്നാണല്ലേ ആൻസിയുടെ കണ്ണു കാണിക്കേണ്ട ദിവസം. അതെച്ചോ, പുണ്യാളോട് നന്നായി പ്രാർത്ഥിച്ചില്ലേ? പുണ്യാളൽ ഒരിക്കലും കൈവിടില്ല. ആൻസി വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എന്നാ പോയിട്ട് വരാച്ചോ. ശരി.
ആ വിശ്വാസപൂർവ്വം പുണ്യാളിനെ വിളിച്ച് അപേക്ഷിച്ചാൽ പുണ്യാൾ ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി അച്ചോ. ഈ പുണ്യാളന്റെ മധ്യസ്ഥതയില് എന്റെ മോളുടെ കണ്ണിന്റെ ദീനം ഒരുവിധം അങ്ങനെ സുഖപ്പെട്ടു വച്ചു. ഇതിന്റെ സന്തോഷം അച്ഛനോട് പറയാൻ കൂടിയാ ഞാൻ ഇപ്പൊ വന്നത്. ശരി, അറിയിക്കേണ്ടത് പുണ്യാളനാണ്. അവിടുത്തെ അത്ഭുത പ്രവൃത്തിയാണ് മകളുടെ കണ്ണുതീരം സുഖപ്പെടുത്തിയത്. അമ്മായി വന്നിട്ടുണ്ടല്ലോ. അമ്മായി എപ്പോഴാ വന്നേ? നാത്തൂന് എപ്പോഴാ വന്നേ? ഞാൻ കുറച്ചു നേരമായി ആൻസിമോളെ കാണാൻ വേണ്ടി വന്നതാ. ഇവിടെ വീടൊക്കെ പൂട്ടി കിടക്കായിരുന്നു. നാത്തൂന് ഇരിക്കേ. മോള് വാ, ഇവിടെ ഇരിക്കേ. ഞങ്ങളൊന്ന് ഡോക്ടറെ കാണാൻ പോയതാ. ഇവൾക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ അമ്മായി ചേട്ടന്റെ വിശേഷം? ടൗണിൽ പിന്നെ അടിയുണ്ടാക്കിന്ന് കേട്ടല്ലോ. എന്ത് പറയാനാ മോനെ, അവനെ കൊണ്ട് പൊറുതി മുട്ടി. എന്നും തല്ലും കേസും പോലീസ് തന്നെ. എങ്ങനെ ഇരുന്ന ചെക്കനാ, ആ നശിച്ച കൂട്ടുകെട്ടാ അവനിങ്ങനെ ആക്കിയത്. ഒക്കെ എന്റെ വിദ്യ. ഒറ്റ മകനാണെന്ന് കരുതി ഞാൻ ലാളിച്ചു വളർത്തി. ഇപ്പൊ വയസ്സാം കാലത്ത് അവനോർത്ത് കണ്ണീര് കുടിക്കാനേ സമയമുള്ളൂ. ചേട്ടനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ നോക്കാം അമ്മായി, അപ്പൊ ഒക്കെ ശരിയായിക്കോളും. ഇനിയിപ്പൊ അതും കൂടിയേ വേണ്ടു. നാത്തൂനിരിക്കി, ഞാൻ ചായ എടുക്കാം. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ വളരെ വൈകി. എന്നാ മോളെ ഞാൻ പിന്നെ വരാം. പഴയ പോലെ ഓടി നടക്കാനൊന്നും വയ്യാണ്ടായി. പാവം അലോഷി ഓർത്ത് കണ്ണീരൊഴുക്കാനാ അതിന് നേരമുള്ളൂ. ആ ശരിയാക്കോ, എപ്പോഴാ വന്നേ? ഡോക്ടറെ കണ്ടിട്ട് എന്തായി? എന്താടാ? ആൻസിക്ക് കാഴ്ച കിട്ടണമെങ്കിൽ കണ്ണ് മാറ്റി വയ്ക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അമ്മയെ ആൻസിയെ ഞാൻ ഇവരെ അറിയിച്ചിട്ടില്ല. അവളുടെ മുഖത്തൊക്കെ എനിക്ക് പറയാൻ കഴിയില്ല അച്ചോ. നീ നിരാശപ്പെടാതിരിക്കേ, പുണ്യാളെ നിന്നെ ഒരിക്കലും കൈവിടില്ല. ആകാശത്തിൻ ആനന്ദതയിലെങ്ങോ അറിയാൻ കഴിയാത്ത നാട്ടിൽ മറിഞ്ഞിരും നിന്നും മണ്ണിൽ വസിക്കുന്ന മന്നരെ കാക്കുന്ന നാഥ, മന്നരെ കാക്കുന്ന നാഥ. ആകാശത്തിൻ ആനന്ദതയിലെങ്ങോ അറിയാൻ കഴിയാത്ത നാട്ടിൽ മറിഞ്ഞിരും നിന്നും മണ്ണിൽ വസിക്കുന്ന മന്നരെ കാക്കുന്ന നാഥ, മന്നരെ കാക്കുന്ന നാഥ. പരിശുദ്ധനായ കുരിയാക്കോസഹദാ, നീ എന്നും ഞങ്ങളെ കാക്കേണമേ. പരിശുദ്ധനായ കുരിയാക്കോസഹദാ, നീ എന്നും ഞങ്ങളെ കാക്കേണമേ.
തിരുകാഭയിൽ മുങ്ങിക്കൊള്ളിച്ചിടുമ്പോ തിളങ്ങും നിൻ ദിവ്യ തിരുമുഖം കാണുവാൻ കഴിയാത്ത പാപിയാമന്ധയായി ഞാൻ. തിളങ്ങും നിൻ ദിവ്യ തിരുമുഖം കാണുവാൻ കഴിയാത്ത പാപിയാമന്ധയായി ഞാൻ. പരിശുദ്ധനായ കുരിയാക്കോസ് സഹദാ നീ എന്നും ഞങ്ങളെ കാക്കേണമേ. പരിശുദ്ധനായ കുരിയാക്കോസ് സഹദാ നീ എന്നും ഞങ്ങളെ കാക്കേണമേ. അല്ല സാറ് തന്നെ ഇരിക്കുന്നേ. അപ്പൊ ഒന്ന് കൃഷിയിടത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് മനസ്സിനൊരു സുഖമല്ലോ. എന്തു വെച്ചു സാറേ? ഇന്നലെ രാത്രി അമേരിക്കയിൽ നിന്ന് മൂത്ത മോൻ വിളിച്ചിരുന്നു. എന്താ കാര്യം? എന്നോട് ഇവിടുന്ന് ഒഴിഞ്ഞു പോണമെന്ന്. ഈ വീടും സ്ഥലമൊക്കെ അവര് വിൽക്കാൻ പോവത്ര. അല്ല എന്നിട്ട് കേണൽ സാർ ഇതെങ്ങോട്ട് പോവാനാ? അവരെന്നെ ഏതോ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കാനാ തീരുമാനം. അതുകൊള്ളാലോ. മക്കള് മാനത്തോളം വളർന്നാല് അപ്പനും അമ്മയും കുപ്പത്തൊട്ടിയില്. എല്ലാരും ഉണ്ടായിട്ട് ആരുമില്ലാത്ത ഒരു അനാഥനായി പോവണോ ഈ വൃദ്ധൻ? കേണൽ സാർ വിഷമിക്കാതെ, ഞങ്ങളൊക്കെ നാട്ടിലല്ലേ, നമുക്ക് പള്ളിയിൽ അച്ഛനൊന്ന് കാണാം. അവരത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല, നീ ആ സിറിയക്കിന് അങ്ങനെ കണ്ടോ? ഓ, ആ ചെക്കൻ്റെ ഒരു ദുർവിധി. അതെന്താടോ? അത് നമുക്ക് അവരുടെ വീട് വരെ ഒന്ന് പോണം സാറേ. മോളുടെ കാഴ്ചക്കെന്തോ ചെറിയ തകരാറുണ്ടെന്നറിയാന്നല്ലാതെ ഇത്രയും ഗൗരവമുള്ളതാണെന്ന് ഈ മാത്തച്ഛൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സിറിയക്കും ഈ കാര്യം എന്നോട് പറഞ്ഞില്ല. ആദ്യമൊക്കെ ചെറുതായി കാണായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ മോൾക്ക് ഒന്നും കാണുന്നില്ലെന്നാ പറയുന്നത്. നിങ്ങള് വിഷമിക്കാതിരിക്കൂ. മോളുടെ കാഴ്ച തിരിച്ചു കിട്ടാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. വിഷമിക്കണ്ട. സങ്കടപ്പെടുന്നവർക്ക് ആശ്രയമായിട്ട് പുണ്യാളുണ്ട് ചേർത്തി. പിന്നെ ആർട്സ് മോൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിക്കും. എന്നാ പിന്നെ ഞങ്ങള് ഇറങ്ങാം. മോളെ നോക്ക്, നല്ലത് ചെയ്യുന്നവരെ പുണ്യാളൻ ഒരിക്കലും കൈവിടില്ല കേട്ടോ. കുര്യാക്കോസ് പുണ്യാളൻ എന്നും നമ്മോടൊപ്പം ഉണ്ടാവും. ഒക്കെ ശരിയാവും, ഒക്കെ ശരിയാവും കേട്ടാ. പോട്ടെ. ജോൺസേട്ടനെ കാണല്ലോ, 5 മണിക്ക് വരാന്ന് പറഞ്ഞ. അല്ല, ഇനിയിപ്പോ അയാൾ മുങ്ങിയാ? ഏത് സൈറ്റിലെ പണി കഴിഞ്ഞാലും ജോൺസേട്ടനെ കാണാണ്ടാവും. ഇയാൾക്ക് ഏത് പണി തന്നെ നഷ്ട. പിന്നെന്തിനാ അയാൾ ഈ പണിക്കിക്കുന്നത്? മാത്തച്ചോ, ഇന്ന് ധാന്യൊന്നുമില്ലേ? ധാന്യല്ലട പോത്തെ, ധ്യാനം. ആ അതന്നെ. അല്ല മാത്തച്ച, ഈ ധ്യാനം കൂടി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? മാത്തച്ചോ, ഈ ധ്യാനം കൂടി നടക്കുന്ന നേരം ഞങ്ങളപ്പൊക്കെ വന്ന് 2 വീശിട്ട് നടന്നത് നിങ്ങക്ക്. നീ വെറുതെ പ്രലോഭിക്കല്ലേട്ടാ. ആരത്? ജോൺസേട്ടനെ തോന്നിട്ടാ? അല്ല ജോൺസേട്ടാ, നിങ്ങൾ എവിടെ ചെന്നെടുക്കുന്നു? ആ ആർക്കിഷ് മാപ്പിളായിരുന്നു കാശ് കിട്ടണ്ടാ. എന്റെ കർത്താവേ, ഈ കോൺവെർട്ടുമാരുടെ കഷ്ടകാലം എന്ന് തീരണാവോ? അല്ല, മാത്തച്ഛൻ എന്താ ഈ നേരത്തെ ഇവരുടെ കൂടെ? മാത്തച്ഛൻ വല്ല ധ്യാനം കഴിഞ്ഞു വരണ വഴിയോ? ധ്യാനം കൂടുന്നതൊക്കെ അത്ര നല്ല തന്നെ, പക്ഷെ അതൊരു പണിയായിട്ട് നടക്കുന്നത് അത്ര ശരിയല്ല. അല്ല ജോൺസേട്ടാ, ഈ പണി ദിവസല്ലേ ഒരു 2 ഇല്ല 4 ആ പ്രശാന്തനും കൂട്ടരും അവിടെ കാത്തിരിക്കുന്നുണ്ട്.
സിറിയാക്കിന്റെ പെങ്ങളുടെ ചികിത്സാ സഹായ ഫണ്ടിന്റെ പിരിവിന്. ഇന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പോകാം. ഇന്നത്തെ വെള്ളടിയും കല്ലത്തായി. സാറേ നമ്മുടെ മുന്തിരിച്ചെടി പൂട്ടുണ്ടല്ലേ? ഓ പിന്നെ മാത്തച്ച എന്ത് സാറേ? ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. മുന്തിരിച്ചെടിയിലല്ലേ? അതല്ലടോ. പിന്നെ മരണാനന്തരം എന്റെ കണ്ണുകൾ ആ സിറിയക്കിന്റെ അനിയത്തിക്ക് ദാനം കൊടുത്താലോ എന്ന് ആലോചിക്കുക. അത് നന്നായി സാറേ. എന്റെ മക്കളെക്കാൾ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട് ആ പാവം സിറിയക്ക്. അപ്പൊ പിന്നെ അവന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് തിരിച്ചു ചെയ്യണ്ടോ? അത് വേണ്ട സാറേ. വിശുദ്ധ കുര്യാക്കോസ് സഹോദരയുടെ തീരുമാനം ഉണ്ടാവും. അതെ, ഇത് പുണ്യാളുടെ തീരുമാനം. ഇന്നലെ അൾത്താരയ്ക്ക് മുമ്പിൽ ചെന്ന് ഞാൻ മുട്ടുകുത്തി ഉള്ളുരുകി പ്രാർത്ഥിച്ചു അവന്റെ അനുജത്തിക്ക് വേണ്ടി, അവൾക്ക് എത്രയും പെട്ടെന്ന് കാഴ്ച ലഭിക്കാൻ വേണ്ടി. അപ്പോ എന്റെ ഉള്ളിൽ പുണ്യാളൻ വെളിച്ചമായിട്ട് വന്നു. ആ അനുഗ്രഹമാണ് എൻ്റെ ഈ തീരുമാനം. എൻ്റെ മരണാനന്തരം എൻ്റെ ഈ കണ്ണുകൾ ആ കുട്ടിക്ക് വെളിച്ചമാവട്ടെ. പിന്നെ ഞാൻ മരിച്ചാലും എൻ്റെ ഈ കണ്ണുകൾക്ക് നിങ്ങളെയൊക്കെ കാണാലോ. ആ ജെസ്സിയോ? ഞാൻ സിറിയക്കാട്ടിനൊന്ന് കാണാൻ വന്നതാ. എന്തേ? ഞാൻ നാളെ പോവുക. ജോലി ശരിയായി എറണാകുളത്താ. ആഴ്ചയിലൊരിക്കൽ വരാം. താമസം കമ്പനി ഹോസ്റ്റലുണ്ട്. നന്നായി. ഈ നാട്ടുംപുറത്ത് കിടന്ന് കാലം കഴിക്കണ്ടല്ലോ. പിന്നെ ഒരു കാര്യം. എന്താ അത്? ജെസ്സി വാ പോകാം. പോരാമ്മച്ചേ. ശ്രീകേട്ടാ എന്നാ ഞാൻ പോയി വാ. പിള്ളേരെ അപ്പനും മക്കളും കൂടി ഇരുന്ന് ചീട്ട് കളിക്കാല്ലേ? അല്ല, ഞാൻ കുമ്പളങ്ങി പറിക്കാ. ഈ ചിന്നമ്മയ്ക്ക് എന്താ കണ്ണും കണ്ടോടെ? അല്ലെങ്കിൽ കുമ്പളങ്ങി ഞാൻ പറിക്കും. പോയി ഇന്ന് പഠിക്കണ പിള്ളേരെ. ഈ അമ്മേനെ കൊണ്ട് നമുക്ക് അവിടെ പോയി കളിക്കാം. നീ വേണം നമ്മളുണ്ടല്ലോ. ഈ അമ്മ കളിക്കാൻ സമ്മതിക്കില്ല. മനുഷ്യ നിങ്ങളെ കുറിയുടെ കാശ് കൊടുത്താ? കുറിയുടെ കാശാ? എന്റെ കാശ് അല്ല, എന്റെ ആണല്ലോ കാശ് മുഴുവൻ ഇരിക്കണത്. നേരെ വിളിച്ചാകുമ്പോ ഇവിടെ അടിച്ചു വരുമ്പോ എനിക്ക് കിട്ടേണ്ടത് മുഴുവൻ കാശാണല്ലോ. നീ അടിച്ചു വരുമ്പോ ഇവിടെ മുറ്റത്ത് കാശ് കിട്ടാതെ എന്റെ കുറ്റ ആണാ? മനുഷ്യ വെറുതെ തമാശിക്കാൻ നിന്നാലുണ്ടല്ലോ. അല്ലാണ്ട് ഞാൻ എന്തൊട്ട് നിന്നോട് ഇതിനൊരു മറുപടി പറയാ? നിങ്ങളൊന്നും പറയണ്ട, എന്റെ ഒരു തലവിധി. അല്ലാതെ എന്താ ഈ തലയിലെടുത്ത് എന്നാണാവോ തീരുന്നത്? ചിന്നമ്മോ, ചിന്നമ്മോ മനുഷ്യ വെറുതെ വേണ്ട. ഉന്നാരിക്കാൻ വന്നിക്കണു.
എന്റെ കർത്താവേ, എന്നാണ് ആ ഒരു നല്ല കാലം വരുന്നത്? നല്ല കാലം വരാൻ പോലെ വേറെ സ്ഥലത്തേക്ക് ധ്യാനിക്കാൻ കൊണ്ട് ധ്യാനത്തിൽ പോണു. ഞാൻ നമ്മളെ നല്ല കാലത്തിലല്ല നീ പറയണത്. എടി ഞാൻ പറയണത് കേൾക്ക്. നീ അത് ചെയ്യല്ലേ. നീ അതെടുത്ത് എന്റെ പരിചയത്തിലുള്ള ഒരു ഓൾഡ് ഏജ് സെന്ററാ. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നേ. ഇന്ന് തന്നെ ഞങ്ങൾ അപ്പനെ അങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ ചേട്ടായി, ഞാൻ പിന്നെ വിളിക്കാം. ആ, അപ്പൻ ഇറങ്ങിയില്ലേ? പോട്ടടോ, ചിലപ്പോ നമുക്കിനി കാണാൻ പറ്റില്ലെന്ന് വരും. സാറേ സാരമില്ലടോ, ഞാൻ തോറ്റത് എന്റെ മക്കളുടെ മുമ്പിലല്ലേ. സാരമില്ല സാറേ, നമ്മുടെ മുന്തിരിച്ചെടിയെല്ലാം കായ്ച്ചു. കായ്ക്കും, ഇനിയും കായ്ക്കും. നന്നായി നോക്കണം. പിന്നെ നിന്റെ അനിയത്തിയോട് ഈ വയസ്സൻ തോറ്റുപോയി പറഞ്ഞേക്ക്. നിങ്ങൾ വരുന്നുണ്ടോ? പോകല്ലേ. പാവം കാണും സാറ്. ശ്രമിച്ചു നോക്കി. മക്കൾ സമ്മതിക്കണ്ടേ? ആ, അലോഷ്യ മോനെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അതെന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ? ഓ, ഞാൻ തെമ്മാടി എന്താന്ന് തോന്നിക്കാണല്ലോ. എന്താടി പെണ്ണെ, ഇവിടെ കണ്ണെന്തായി? വിവരങ്ങളൊക്കെ മോനെ അറിഞ്ഞു കാണൂലോ. ആ, ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. ഷെയറിന്റെ കാര്യമൊക്കെ എന്തായി? അത് മോനെ, ആൻസിമോളുടെ ചികിത്സയ്ക്കുള്ള പണത്തിന് വേണ്ടി പറമ്പിന്റെ ആധാരം പണയം വെക്കാൻ വിചാരിച്ചിരിക്കുക. ആരോട് ചോദിച്ചിട്ട്? എന്റെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ട സ്ഥലം അത് നിങ്ങളോട് ആരാ പണയം വെക്കാൻ പറഞ്ഞേ? മോനെ, അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് അതൊന്നും എനിക്കറിയണ്ട. അടുത്ത ആഴ്ച സ്ഥലത്തിന്റെ അളവ് നടക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. മോനെ, ഞങ്ങൾക്ക് ഇത്തിരി സാവകാശം തരണോടാ. തള്ളേ, എന്റെ ശീലം വെറുതെ പടക്കാക്കരുത്. തള്ളയും മക്കളെ ഇവിടുന്ന് വലിച്ചെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. മോനെ, ആൻസിമോളുടെ കണ്ണിന് കാഴ്ച കിട്ടണമെങ്കിൽ കണ്ണുകൾ മാറ്റി വെക്കണമെന്നാ ഡോക്ടർമാര് പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ കാര്യം, എനിക്ക് എന്റെ കാര്യം അറിഞ്ഞാ മതി. അയ്യോ, മോൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല അല്ലേ? പാവം. ഒരു കാര്യം ചെയ്യേ, തള്ളയും മോളും കൂടി ഒരു പിച്ചച്ചട്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങിക്കോ. അല്ലെങ്കിൽ കാശുണ്ടാക്കാനുള്ള വേറെ വഴികളൊക്കെ ഉണ്ട്. ചെലക്കല്ല തള്ള. ഈ പൊട്ടക്കണ്ണിനെ കാണിച്ച് എല്ലാരും പറ്റിക്കണ ചവിട്ടി കൊന്നു ഞാൻ. ഇനി എന്നെ പഠിപ്പിക്കരുത്. ഇവൻ ഇങ്ങനെ ഒരു ചെറുത്താന്റെ ജന്മമായല്ലോ എന്റെ പുണ്യാള. ആ, ഞാൻ ചെകുത്താന്റെ ജന്മം തന്നെയാ. ഒരു പുണ്യാളൻ എന്നെ നന്നാക്കാൻ നോക്കണ്ട. അതാ തെണ്ടി ചെക്കനോട് പറഞ്ഞേക്ക്.
അമ്മേ ചാച്ചാ ചാച്ചാ എന്താ മോളെ? എന്താ മോളെ? എന്നെ ആലോചിച്ചാ വന്ന് ചാച്ചൻ ആലോചിച്ചാ വന്ന് എന്താ അമ്മേ? പറയമ്മേ മോളെ അമ്മ ആലോചിച്ചാ വന്ന് എന്നെ കഴുത്തി പിടിച്ച് ആൻസി. അമ്മ പറയമ്മേ എന്താ അമ്മേ? അമ്മ പറയമ്മേ മോളെ മോളെ പറയമ്മേ ആലോചിച്ചാ വന്ന് പറയമ്മേ മോള് കരയല്ലേ? മോള് കരയല്ലേ? എന്താ അമ്മേ? പറയമ്മേ മോനെ ആലോചി ഇവിടെ വന്നിരുന്നു നമ്മുടെ മോളെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു ചാച്ച കൊറേ തല്ലി അവിടെ എന്നെ ഉപദ്രവം ചെയ്തു ചാച്ച സാരമില്ലടാ, ചേട്ടനല്ലേ? ഒരുപാട് ഉപദ്രവിച്ചു ചാച്ച Sorry, the mobile you are calling is unreachable at the moment. പണ്ടാറടങ്ങാൻ
ഡോക്ടർ ആ അലോഷിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ബോധം വന്നും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോ ബോധം വന്നിട്ടുണ്ട്. ഇത് എത്ര നേരം നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടറെ ഞങ്ങൾക്കൊന്ന് കാണാൻ. ആ കേറി കണ്ടോളൂ, പക്ഷെ സംസാരിച്ച് പ്രശ്നമാക്കരുത്. ഡോക്ടർ, എന്താണ് ഇപ്പോഴത്തെ പേഷ്യന്റിന്റെ കണ്ടീഷൻ? ഇന്റേണൽ ഇഞ്ചുറി വളരെ ഡീപ്പാണോ? ഒരു പ്രതീക്ഷയില്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. പിന്നെ മിറാക്ക് സംഭവിക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം. ചേട്ടാ 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 കരയില്ലേ ചേട്ടാ? ചേട്ടാ കരയില്ലേ? അലോഷി, സമാധാനമായിട്ടിരിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാം പെട്ടെന്ന് ഭേദമാകും. എന്റെ പ്രാർത്ഥന ഒരു ദൈവം കേൾക്കില്ല അച്ഛൻ. ഞാൻ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾ ദൈവം എനിക്ക് നൽകിയ ശിക്ഷയാണ് അച്ഛൻ. അങ്ങനെയൊന്നും ചിന്തിക്കില്ല ചേട്ടാ. പശ്ചാത്താപത്തേക്കാൾ മറ്റൊരു പരിഹാരമില്ലെന്നല്ലേ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? തന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പുണ്യാളം കണ്ട വഴിയായിരിക്കും ഇത്. അതൊന്നും ഇനി ഉണ്ടാവില്ല അച്ഛൻ. അമ്മേ, ഈ മഹാഭാവിയോട് പൊറുക്കമ്മ. ഈ ചായനോട് ക്ഷമിക്കാൻ സിമോളെ. എന്റെ കണ്ണുകൾ പറ്റൂടാ നമ്മുടെ ആൻസിമോൾക്ക്. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? പറ്റുമെങ്കിൽ ഞാൻ മരിച്ച എന്റെ കണ്ണുകളെടുത്ത് കൊടുക്കണം. അതെങ്കിലും എന്നെ കൊണ്ടൊരു ഉപകാരം. ചേട്ടാ 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 വരുമൊരു നാടും സുഖമർക്കാമേ കൂടെപ്പോഴും ജീവിത ചെയ്തികളും സത്കൃത്യങ്ങൾ ചെയ്യുക നീ അനസത കൂടാതെ. അമ്മേ, മോളെ, ചാച്ചാ,
ചാച്ചാ, അമ്മേ, മോളെ, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. ചാച്ചാ, എന്റെ പുണ്യാള, എന്റെ മോൾക്ക് കാഴ്ച കിട്ടിയല്ലോ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ എന്താ ആൻസി, ഇപ്പൊ എല്ലാം സുഖമായില്ലേ? ഉവ്വച്ചോ. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. അത് എന്ത് തന്നെയായാലും ദൈവത്തിന് സമർപ്പിക്കുക. പുണ്യാളിനോട് നന്ദി പറയാ. എല്ലാം അവിടുത്തെ കൃപ. സങ്കടപ്പെടാതിരിക്കേ. ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അലോഷിതേ, ആൻസിയുടെ കണ്ണിലൂടെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. സ്നേഹം നിറഞ്ഞ ഇടവകാംഗങ്ങളെ, ഈശ്വര വിശ്വാസികളെ, വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതം ധന്യമായി തീർന്നു. ഏറെ കലുഷിതമായ ജീവിതാനുഭവങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. വ്യക്തി, കുടുംബം, സമൂഹം എന്നിവിടങ്ങളിൽ വിശ്വാസത്തിന്റെ കായകനികൾ ഇല്ലാതാകുമ്പോൾ ജീവിതം വരണ്ടുണങ്ങിയ ഒരു തോട്ടം പോലെയാണ്. മതമർദ്ദന കാലത്ത് പീഡനങ്ങൾക്ക് വിധേയമായി രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ കുര്യാക്കോസ് സഹദ നമ്മുടെ ജീവിതത്തിന് വെളിച്ചവും നന്മകളും നൽകുന്നു. അന്ധത ബാധിച്ച സമൂഹത്തിൽ പാപത്തിന്റെ ഇരുൾ പരക്കുന്നു. ഈ ഇരുൾ നിലകളിലാണ് തിന്മയുടെ വിത്തുകൾ മുളയ്ക്കുക. അന്ധതയുടെ വിഷവൃക്ഷങ്ങളിൽ കള്ളം, ചതി, മോഷണം, ചൂതാട്ടം, മദ്യപാനം തുടങ്ങി തിന്മയുടെ ഫലങ്ങൾ കായ്ക്കുന്നു. അന്ധതയ്ക്ക് സൗഖ്യമേകുന്ന വിശുദ്ധൻ സമൂഹത്തിന്റെ അന്ധത മാറ്റാൻ മധ്യസ്ഥമേകണമേ എന്ന് നമുക്ക് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. മുന്തിരി കർഷകരുടെ സങ്കടങ്ങൾക്ക് മധ്യസ്ഥനായ വിശുദ്ധൻ നമ്മുടെ സങ്കടങ്ങൾക്ക് സൗഖ്യം പകരും. സന്താനലബ്ധിക്ക് അനുഗ്രഹം പകരുന്ന വിശുദ്ധൻ നമ്മുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വെളിച്ചം ചൊരിയുന്നു. ക്രൈസ്തവ ജനതയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെ അനുഗ്രഹവും പുണ്യവും പേറി സഭയുടെ വിശ്വാസപാതയിലൂടെ നമ്മുടെ ജീവിതം വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും നന്മകൾ ഉളവാക്കുന്ന ഒന്നായി തീരാൻ പ്രാപ്തമാക്കണമേ എന്ന് പുണ്യാളനോട് നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധനായ കുര്യാക്കോസ് സഹദാ, നീ എന്നും ഞങ്ങളെ കാക്കേണമേ. പരിശുദ്ധനായ കുര്യാക്കോസ് സഹദാ, നീ എന്നും ഞങ്ങളെ കാക്കേണമേ.